بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. القاعدة العثمانية عثماني قاعدة الدرس الحادي عشر പതിനൊന്നാമത്തെ പാഠമാണ് അശ്ശദ്ദ മഅ തൻവീൻ. തൻവീനോട് കൂടിയുള്ള ശദ്ദ. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ശദ്ദ് നാം പഠിച്ചു. അതോടൊപ്പം ശദ്ദോടൊപ്പം ഫത്ഹ, കസ്റ, ലമ്മ ഹറക്കത്തുകൾ മാറി മാറി വരുന്നതിനുള്ള ഉദാഹരണങ്ങൾ നാം പഠിച്ചു. ഇന്നത്തെ നമ്മുടെ ക്ലാസ് ശദ്ദോടുകൂടി തൻവീൻ അല്ലെങ്കിൽ തൻവീനോടുകൂടി ശദ്ദ വരുന്നതിനുള്ള ഉദാഹരണങ്ങളാണ്. ശ്രദ്ധിക്കുക. അൽ അംസിലത്തു മിനൽ ഖുർആൻ, ഖുർആനിലെ ഉദാഹരണങ്ങളാണ്. ഖായിദയിലേക്ക് ശ്രദ്ധിക്കുക. ബ ഹ ഫത്ഹ ഹ, ബ ഷദ്ദ ഫത്ഹതൈൻ, ഹബ്ബൻ വഖഫ് ചെയ്യുമ്പോൾ ഹബ്ബ. അതോടൊപ്പം അത് ഒന്ന് ആവർത്തിച്ച് നാം അത് ഉച്ചരിക്കുകയാണെങ്കിൽ അതിൽ ഒരു നിയമം കൂടി ഉണ്ടാകുന്നതാണ്. അതും കൂടി നമുക്ക് ശ്രദ്ധിക്കാം. ആവർത്തിച്ച് ഉച്ചരിക്കുമ്പോൾ ഹബ്ബൻ ഹബ്ബ, അവിടെ തൻവീന് ശേഷം ഹ വന്നു. രണ്ടു പ്രാവശ്യം ആവർത്തിക്കുമ്പോൾ സ്വാഭാവികമായും തൻവീന് ശേഷം ഹ വരുന്നതായി കാണാം. അവിടെ തജ്വീദിന്റെ നിയമം അപ്പോൾ എന്താണ് വരിക എന്ന് നാം ചിന്തിക്കുക. ഇവിടെ ഇൽഹാറാണ്. അപ്പോൾ വെളിവാക്കിയാണ് ഉച്ചരിക്കേണ്ടത്. ഹബ്ബൻ ഹബ്ബ. അടുത്ത ഉദാഹരണം റബ്ബിൻ. ആവർത്തിക്കുമ്പോൾ റബ്ബിർ റബ്ബ്, തൻവീന് ശേഷം റാ ആണ്. ഇദ്ഗാമും ബിലാ ഗുന്നയാണ്. റബ്ബിൻ റബ്ബ്. ആവർത്തിക്കുമ്പോൾ റബ്ബിർ റബ്ബ്. ഇനി പഠിക്കുന്നതിന് വേണ്ടിയാണ്, നിയമം പെട്ടെന്ന് മനസ്സിലാകുന്നതിന് വേണ്ടി, പ്രാക്ടിക്കൽ ആക്കുന്നതിന് വേണ്ടിയാണ്. നേരത്തെയും തൻവീന്റെ ഉദാഹരണങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതും എടുത്ത് ഈ രൂപത്തിൽ ആവർത്തിച്ച് വായിച്ച് ക്ലിയർ ആക്കാവുന്നതാണ്. അടുത്ത ഉദാഹരണത്തിലേക്ക് ശ്രദ്ധിക്കുക. വറബ്ബുൻ. വഖഫ് ചെയ്യുമ്പോൾ വറബ്ബ്, ആവർത്തിക്കുമ്പോൾ വറബ്ബു വറബ്ബ്. തൻവീന് ശേഷം വാവ് വന്നു. ഇദ്ഗാമും ബിഗുന്നയാണ്. അടുത്ത അക്ഷരം ജീം. റജ്ജൻ. വഖഫ് ചെയ്യുമ്പോൾ റജ്ജ, ആവർത്തിക്കുമ്പോൾ റജ്ജ റജ്ജ. അവിടെയും തൻവീന് ശേഷം റാ ആണ്. ഇദ്ഗാമും ബിലാ ഗുന്നയാണ്. ഉന്നത്ത് പാടില്ല. അടുത്തത് ഫജ്ജിൻ. വഖഫ് ചെയ്യുമ്പോൾ ഫജ്ജ്, ആവർത്തിക്കുമ്പോൾ ഫജ്ജിൻ ഫജ്ജ്. ഇഖ്ഫാ ആണ്. തൻവീന് ശേഷം ഫാ വന്നു. അടുത്ത അക്ഷരം ദാൽ. മദ്ദൻ. വഖഫ് ചെയ്യുമ്പോൾ മദ്ദ, ആവർത്തിക്കുമ്പോൾ മദ്ദം മദ്ദ. തൻവീന് ശേഷം മീം വന്നു. ഇദ്ഗാമും ബിഗുന്നയാണ്. അടുത്ത ഉദാഹരണം മറദ്ദിൻ. മറദ്. മറദ്ദിൻ മറദ്. അതും തൻവീന് ശേഷം മീമാണ്. അടുത്ത ഉദാഹരണം ശ്രദ്ധിക്കുക. വസദ്ദുൻ. വസദ്. ആവർത്തിക്കുമ്പോൾ വസദ്ദുൻ വസദ്. അവിടെയും തൻവീന് ശേഷം വാവ് വന്നു. ഇദ്ഗാമും ബിഗുന്നയാണ്. അടുത്ത അക്ഷരം റാ. മുസ്ഫറൻ. മുസ്ഫറ. മുസ്ഫറൻ മുസ്ഫറ. മുസ്തമിറിൻ. മുസ്തമിർ. മുസ്തമിറിൻ മുസ്തമിർ. മുസ്തഖിറുൻ. മുസ്തഖിർ. മുസ്തഖിറുൻ മുസ്തഖിർ. അടുത്ത അക്ഷരം ലാ. ഹല്ലൻ ഹല്ല. ഇദ്ഹാറാണ്. തൻവീന് ശേഷം ഹ വന്നു. ഹല്ലിൻ ഹൽ. അടുത്ത അക്ഷരം ഫ. സഫൻ സഫ. അത് ഓൾറെഡി ഖുർആനിലുള്ളതാണ്.
وجاء ربك والملك صفا صفا ആവർത്തിച്ചു വന്നപ്പോൾ തൻവീനിന് ശേഷം സ്വാദ് വന്നു, ഇഖ്ഫാ. ഉഫിൻ ഉഫ് ഇദ്ഹാറാണ്, ഹംസയാണ് വന്നത്. അടുത്ത അക്ഷരം ഖാഫ്, ശഖ്ഖൻ ശഖ്ഖാ, ഇഖ്ഫാ ആണ്. കാരണം എന്താണെന്ന് മനസ്സിലാക്കുക. റഖ്ഖിർ റഖ്, ഹഖ്ഖുൻ ഹഖ്. നിയമങ്ങൾ അക്ഷരങ്ങൾ നോക്കി ഏത് നിയമമാണെന്ന് മനസ്സിലാക്കുകയും അതനുസരിച്ച് ശ്രദ്ധിക്കുക.